വീണ്ടും മാതൃകയായി കല്ലിയോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി 2 സെറ്റ് യൂണിഫോം നൽകിയാണ് ഇത്തവണ ഈ പൊതുവിദ്യാലയം മാതൃകയായത്. എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് യൂണിഫോം വിതരണം ഉദ്ഘാടനം ചെയ്തു. This news sponsored by നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. പ്രീ പ്രൈമറി മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി 2 സെറ്റ് റെഡിമെയ്ഡ് യൂണിഫോം നൽകിക്കൊണ്ടാണ് കല്ലിയോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തനം വേറിട്ടതും ശ്രദ്ധേയവും അനുകരണീയവും അഭിനന്ദനീയവുമാക്കിയത്. സ്കൂൾ അസംബ്ലി ഹാളിൽ വെച്ച് നടത്തിയ യൂണിഫോം വിതരണം പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഒരുപക്ഷെ മറ്റൊരിടത്തും നടക്കാത്ത തരത്തിൽ ഒരു കലാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും യൂണിഫോം, 2 ജോഡി യൂണിഫോം തുന്നിച്ച് സ്റ്റിച്ച് ചെയ്ത് നൽകുന്നു എന്നുള്ള വളരെ വേറിട്ട ഒരു അനുഭവം വളരെ സാധാരണമായ ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വിസ്മയമാണ് എന്നെ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ചിത്ര ടീച്ചറുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ അധ്യാപകരും PTA-യും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ ഒരു മഹനീയമായ കാര്യം ചെയ്യുമ്പോൾ അതിനെ അഭിനന്ദിക്കാൻ എല്ലാവർക്കും സാധിക്കണം. പരിപാടിയിൽ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലാ ഉപഡയറക്ടർ TV മധുസൂദനൻ വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു. സ്കൂളിലെ പിന്നോക്ക വിഭാഗക്കാരായ കുട്ടികൾക്കായുള്ള തന്റെ സാമ്പത്തിക സഹായവും ഇതേ വേദിയിൽ വെച്ച് അംബികാസുധൻ മാഷ് കൈമാറി. ഇതോടൊപ്പം കുട്ടികളുടെ ചിന്തകളും കഴിവുകളും വരകളിലൂടെയും എഴുത്തിലൂടെയും പ്രദർശിപ്പിച്ച ചുമർ മാസികയുടെ പ്രകാശനവും നടന്നു. 2015-16 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സ്കൂളിലെ കുട്ടികൾക്കായി ഒരുക്കിയ തണൽ മരത്തിന്റെയും ഇരിപ്പിടത്തിന്റെയും ഉദ്ഘാടനവും നടത്തി. സ്കൂളിലെ പ്രധാനാധ്യാപികയായ MK ചിത്രയുടെ ഭർത്താവ് സുരേഷ് കുമാർ ഗോവിന്ദൻ വെള്ളച്ചാലും ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ അമീഷ് മനേക് സൂറത്ത്, നിതിൻ ജപ്പാൻ എന്നിവർ ചേർന്നാണ് മുഴുവൻ കുട്ടികൾക്കുമുള്ള യൂണിഫോം സംഭാവന നൽകിയത്. കഴിഞ്ഞ അധ്യയന വർഷവും ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഇതേ രീതിയിൽ സൗജന്യമായി യൂണിഫോം വിതരണം ചെയ്തിരുന്നു. തുടർച്ചയായി 2ാം വർഷവും യൂണിഫോം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കുട്ടികളും ഒപ്പം ഇവരുടെ രക്ഷിതാക്കളും. ഇതിന് വഴിയൊരുക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിൽ പ്രധാനാധ്യാപിക MK ചിത്രയും മറ്റധ്യാപകരും അനധ്യാപകരും PTA-യും. ഇതിന്റെയെല്ലാം നിലവിലും നിറവിലും നടന്ന പരിപാടിയിൽ PTA പ്രസിഡന്റ് T പുരുഷോത്തമൻ അധ്യക്ഷനായി. സ്പോൺസറായ സുരേഷ് കുമാർ ഗോവിന്ദൻ, സാംസ്കാരിക പ്രവർത്തകൻ വിനോദ് ആലന്തട്ട, സ്കൂളിലെ മദർ PTA പ്രസിഡന്റ് പ്രിയങ്ക വേണുനാഥൻ, വികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് MK ബാബുരാജ്, PTA വൈസ് പ്രസിഡന്റ് അബ്ദുൽ മജീദ്, SMC ചെയർമാൻ സജു ജോസ്, PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സിജോ കുറ്റാനിക്കാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കഥയുടെ പൊരുൾ തേടി പ്രിയപ്പെട്ട കഥാകാരൻ അംബികാസുധൻ മാഷോടൊപ്പം കുട്ടികൾ സാഹിത്യ സദസ്സ് സംഘടിപ്പിച്ചു. കുട്ടികൾ സാഹിത്യത്തെ സ്നേഹിക്കാനും അതിൽ നിന്ന് ജീവിതത്തിൽ പ്രചോദനം ഉൾക്കൊള്ളാനുമായി മാഷ് തന്റെ സൃഷ്ടികളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും വിവരിച്ചു. പരിപാടിയിൽ സ്കൂൾ പ്രധാനാധ്യാപിക MK ചിത്ര സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് രവീന്ദ്രൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരിയ.